ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ലിസാൻ ഖുർആനിലെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ എല്ലാ കൂട്ടുകാർക്കും? കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പഠിച്ചത്? അന പഠിച്ചു, ഹാദ പഠിച്ചു, ഹാദിഹി പഠിച്ചു. ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ എല്ലാവരും. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത പാഠം നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അടുത്ത പാഠത്തിൻ്റെ പേരാണ് അൻത ഇബിനുൻ. കണ്ടോ എല്ലാവരും? എന്താണ് പേര്? അൻത ഇബിനുൻ. ഇബിനുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? മകന് അല്ലെങ്കിൽ ആൺകുട്ടി എന്നാണ് ഇബിനുൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തുണ്ട്? അൻത എന്ന് പറഞ്ഞ ഒരു വാക്കും കൂടെ ഉണ്ട്. നമ്മൾ അന പഠിച്ചിട്ടില്ലേന്നോ? അന എന്തായിരുന്നു? ഞാൻ. അപ്പോൾ അനൻ്റെ ഒപ്പം എന്താണ്? അൻത, ഒരു തായും കൂടെ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. മാറിപ്പോകരുത് കേട്ടോ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അതായത് അയാം എന്നൊക്കെ പറയലില്ലേ നമ്മൾ, അതാണ് അന. അൻത എന്ന് പറഞ്ഞാൽ നീ. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയല്? യു എന്നൊക്കെ പറയലില്ലേ? അപ്പോൾ അതാണ് അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. ഇനി നമുക്കതിൻ്റെ താഴെ കുറേ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാവരും കണ്ടോ? അതൊരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ഒരു ഉമ്മയുണ്ട്. ഉമ്മേൻ്റെ ഒപ്പം ആരാണ്? ഒരു കുട്ടിയുണ്ട്. എല്ലാവരും കണ്ടോ? അപ്പം ഉമ്മ പറയാണ് അന ബിൻതുൻ. അവിടെ എന്താ വന്നേ? അന. അന നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ മകളാണ്. ആ ഉമ്മ ഒരു പെൺകുട്ടിയല്ലേ? അപ്പോൾ ഉമ്മ മകനോട് പറയണേ ഞാൻ മകളാണ് എന്ന്. മനസ്സിലായോ? അപ്പോൾ പിന്നെ എന്താണ്? ആ ഉമ്മ മകനോട് പറയാണ് അൻത ഇബിനുൻ, നീ മകനാണ്. അപ്പോൾ എന്താണ്? അൻത എന്ന് പറഞ്ഞാൽ നീയാണ്. അപ്പം നമ്മൾ വേറെ ആളെക്കുറിച്ച് പറയുമ്പോഴാണ് അൻത എന്ന് ചേർത്ത് കൊടുക്കുക. നീ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ എന്ത് ചേർത്ത് കൊടുക്കണം? അൻത എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉമ്മ പറയാണ് അൻത ഇബിനുൻ, നീ മകനാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അടുത്ത വാക്കിലൊക്കെ പോയാലോ? അടുത്ത ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരാൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആ ആൺകുട്ടി പറയാണ് അന ഇബിനുൻ, ഞാൻ മകനാണ്. ആൺകുട്ടി അതിനെ തന്നെ ചൂണ്ടിയിട്ട് പറയാണ് അന ഇബിനുൻ, ഞാൻ മകനാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അന എന്നല്ലേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മോളെ അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ ആൺകുട്ടി പിടിച്ചിട്ട് അതിനോട് പറയാണ് അൻതി ബിൻതുൻ, നീ മകളാണ്. അപ്പോൾ ബിൻതുൻ എന്ന് പറഞ്ഞാൽ മകളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ വേർഡ് കണ്ടു. എന്താണ്? അൻതി. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? അൻത എന്നായിരുന്നു. അപ്പോൾ എന്താണ്? പെൺകുട്ടിയായപ്പോൾ അൻത എന്നുള്ളത് എന്തായി? തായിന് കെസറായിട്ട് അൻതി എന്നായി. അപ്പോൾ നമ്മൾ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ അൻതി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നീ മകളാണ്. നമ്മളൊരു വേറെ ആളെ പറയുമ്പോൾ നീ നിലവേട് ആക്കാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ അൻതി ചേർത്ത് കൊടുക്കണം. ആണാണെന്നുണ്ടെങ്കിൽ അൻത ചേർത്ത് കൊടുക്കുക. വാക്കിനൊന്നും അർത്ഥത്തിനൊന്നും മാറ്റമില്ല കേട്ടോ. നീ തന്നെയാണ് അർത്ഥം. പക്ഷെ പെണ്ണാണെന്നുണ്ടെങ്കിൽ അൻതിയാണെന്നും ആണാണെന്നുണ്ടെങ്കിൽ അൻത എന്നാണ് ഉള്ളൂ വ്യത്യാസം വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മാറിപ്പോവരുത് കേട്ടോ. അൻതിയും അൻതിയും അനയും അതൊന്നും മാറിപ്പോവാൻ പാടില്ലേ. നമ്മളിങ്ങനെ വായിച്ചിട്ടും എഴുതിയും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടും. ഇനി അടുത്ത ചിത്രം നോക്കി. അതിലെന്തൊക്കെയുള്ളത്? ഒരു ഉസ്താദുണ്ട്, പിന്നെ ഒരു ആൺകുട്ടിയുണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഉസ്താദ് കുട്ടികളോട് പറയാണ് അന ഉസ്താദുൻ,
ഞാൻ അധ്യാപകനാണ്. ഉസ്താദിന് എന്താ വേർഡ് വന്നത്? ഉസ്താദ് എന്ന് തന്നെയാണ് വന്നത്. അന ഉസ്താദുൻ. ഉസ്താദിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ അന എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. പിന്നെ ആ ആൺകുട്ടിനോട് പറയാണ് ഉസ്താദ്, അൻത ഇബിനുൻ, നീ മകനാണ്. ആൺകുട്ടീനെ ചൂണ്ടിയിട്ട് ഉസ്താദ് എന്താ പറഞ്ഞത്? അൻത ഇബിനുൻ, നീ മകനാണ്. ആൺകുട്ടി ആയതുകൊണ്ട് ഉസ്താദ് അൻത ചേർത്ത് കൊടുത്തിട്ടാണ് ആ കുട്ടീനെ പറഞ്ഞു തന്നത്. ഇനി ഉസ്താദ് പെൺകുട്ടീനെ ചൂണ്ടിയിട്ട് പറയാണ് അൻതി ബിൻതുൻ, നീ മകളാണ്. അപ്പം എന്താണ്? പെൺകുട്ടിയല്ലേ, അപ്പം നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുക? അൻതി, നീ മകളാണ്. അപ്പം രണ്ടിലും എന്താണ്? നീ തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ ആണാണെങ്കിൽ അൻത എന്നും പെണ്ണാണെങ്കിൽ അൻതി എന്നും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോയാലോ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും? അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോട്ട് ബുക്കിൽ ഒരു തവണ എഴുതി നോക്കണം കേട്ടോ. ഇവിടെ എന്താണ് പറയണത്? നമുക്ക് പാടാം എന്നുള്ള ഭാഗമാണ് കേട്ടോ നോക്കുന്നത്. ഹാദ ഇബ്നി, ഹാദിഹി ബിൻതി. എന്താ വന്നിരിക്കണത്? ഹാദ എന്നുള്ള വേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എന്തായിരുന്നു? ഇത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വന്നേ? ഇത് എൻ്റെ മകനാകുന്നു. അങ്ങനെ പറയാൻ നമ്മൾ ഹാദ എന്നാണ് ചേർത്തത്. പെണ്ണായപ്പോൾ എന്ത് ചേർത്തു? ഹാദിഹി ചേർത്തു. അപ്പം എന്തായി അർത്ഥം? ഇത് എൻ്റെ മകളാകുന്നു. പിന്നെ അവിടെ വേറൊരു മാറ്റവും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഹാദ ചേർത്തപ്പം ഇബിനു എന്നുള്ളത് എന്തായി മാറി? ഇബിനി എന്നായി. ഹാദിഹി ചേർത്തപ്പോൾ ബിൻതി എന്നുമായി മാറി. ഹാദ ജദ്ദി, ഇത് എൻ്റെ ഉപ്പാപ്പയാണ്. ജദ്ദി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ്? ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, അപ്പോൾ ഇത് എൻ്റെ ഉപ്പാപ്പയാണ്. ഹാദ ജദ്ദി. അടുത്തതാണ് ഹാദിഹി ഉമ്മി. ഹാദിഹി വരിക ആർക്കാണ്? നമ്മൾ പഠിച്ചിട്ടില്ലേ? പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ ഉമ്മ പെണ്ണല്ലേ, അപ്പോൾ എങ്ങനെ വന്നത്? ഹാദിഹി ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാണ്. അൻത അബി, നിങ്ങൾ എൻ്റെ ഉപ്പയാണ്. അൻതി ഉമ്മി, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും നീ എന്നായിരുന്നു അർത്ഥം വായിച്ചത്. ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ വലിയ ആൾക്കാരെ നീ എന്ന് പറയില്ലല്ലോ. നമ്മളെ ഉമ്മാനെ ഉപ്പാനെയും താത്താനെയും കാക്കാനെയൊക്കെ നീ ഉമ്മയാണ്, നീ ഉപ്പയാണ് പറയോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ? അബി എന്ന് വന്നപ്പോൾ നമ്മൾ അൻത നില്ലീന് നമ്മൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്ന് പറഞ്ഞു. നീ എന്നതിന് പകരം നിങ്ങൾ എൻ്റെ ഉപ്പയാണ് പറഞ്ഞു. അതുപോലെ അൻതി ഉമ്മി, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. അല്ലാതെ അൻതി ഉമ്മി എന്നുള്ളിടത്ത് നമ്മൾ നീ എൻ്റെ ഉമ്മയാണ് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? അപ്പം നമ്മൾ വലിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പം നീ എന്നുള്ളത് നിങ്ങൾ എന്നായി മാറും. അൻത, അൻതി അതുതന്നെയാണ് ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ന് പറയണം. അൻത നൂരി, നിങ്ങൾ എൻ്റെ വെളിച്ചമാണ്. എന്താണ്? ഉപ്പാനെ കുറിച്ച് പറയണേ. അൻത നൂരി, നിങ്ങൾ എൻ്റെ വെളിച്ചമാണ്. പിന്നെന്താ പറഞ്ഞേ? അൻതി സിറി, നിങ്ങൾ എൻ്റെ ഹൃദയമാണ്. ഉമ്മാനെ കുറിച്ച് പറയാണ്. നമ്മളെ ഉമ്മയും ഉപ്പയൊക്കെ നമുക്ക് വെളിച്ചവും സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ? നിങ്ങൾ എന്നും പറയും ചിലപ്പോൾ നമ്മൾ അൻതി അൻത എന്നുള്ള വേർഡിന്. എപ്പോഴാണ് പറയുക? വലിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ എന്നാക്കണം നീ എന്നുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? ഇവിടെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം എന്നാണ്. ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കിയാൽ മതി? അതുപോലെ നോക്കി എഴുതിയാൽ മതി. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ സ്വന്തം എഴുതുക. അതും കൂടെ പറഞ്ഞു തരുമ്പോൾ കുറേ സമയമാവും നമ്മളെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കുക. എന്താണ് അതിൻ്റെ താഴെയുള്ളത്?
ഖുർആനിൽ നിന്നും നമുക്ക് ഓതാം. നമ്മളെന്നും പാഠത്തിൻ്റെ അടിയിലുണ്ടാവലില്ലേ 2 ഖുർആനിൻ്റെ ആയത്തുകൾ, അത് നോക്കിയാലോ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബി തങ്ങൾ അവർക്ക് ബോധനം നൽകുക. നിശ്ചയം തങ്ങൾ ബോധനം നൽകുന്നവൻ മാത്രമാണ്. അൻത അലീമുൽ ഹക്കീം, അൻത അലീമുൽ ഹക്കീം, നീയാണ് എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞാനിയും. അൻത അലീമുൽ ഹക്കീം, നീയാണ് എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞാനിയും. ആരെക്കുറിച്ചാണ് പറയണത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ എടുത്തതൊക്കെ ശരിക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് നോട്ട് ബുക്കിലൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ്? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മാനോട് പറയണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.